ഈ മനുഷ്യന് താൻ സ്പർശിക്കുന്ന ഏത് വസ്തുവായും തന്റെ ശരീരത്തെ മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. ഇവൻ ഒരു വജ്രത്തിൽ തൊട്ടപ്പോൾ ഇവന്റെ കൈ മുഴുവൻ വജ്രമായി മാറി. പെട്ടെന്ന് ഒരു വലിയ കൂട്ടം സൈനികർ എല്ലാ വശങ്ങളിൽ നിന്നും ഇവനെ വളഞ്ഞു. ഇവൻ വേഗത്തിൽ ഒരു ഇരുമ്പ് ചങ്ങലയിൽ പിടിച്ചു. അവന്റെ കൈകൾ പതുക്കെ ഇരുമ്പായി മാറാൻ തുടങ്ങി. എന്നാൽ ഇവൻ തിരിച്ചടിക്കാൻ കഴിയുന്നതിന് മുമ്പ് ദൂരെ നിന്ന് ഒരാൾ ഇവനെ ടേസർ ഉപയോഗിച്ച് വെടിവെച്ചു. ബോധം തെളിഞ്ഞപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന് പിന്നിൽ താൻ കുടുങ്ങിക്കിടക്കുന്നതാണ് ഇവൻ കണ്ടത്. ഇവൻ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് 2 കാവൽക്കാർ കരുതി. എന്നാൽ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മനുഷ്യനെ അവിടെ കണ്ടില്ല. പരിഭ്രാന്തരായ അവർ തോക്കുകൾ ചൂണ്ടി സാവധാനം ഗ്ലാസിനടുത്തേക്ക് നീങ്ങുകയും പരിശോധിക്കാനായി ഉള്ളിലേക്ക് കടക്കുകയും ചെയ്തു. ആ മനുഷ്യൻ അപ്രത്യക്ഷനായിരുന്നില്ല. ഇവൻ സ്വയം ഗ്ലാസ് ആയി മാറിയിരിക്കുകയായിരുന്നു. തന്റെ ശക്തി ഉപയോഗിച്ച് ഇവൻ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു. ഏജന്റുമാർ അവനെ തിരയുന്നത് തുടരുന്നതിനിടെ ആ മനുഷ്യൻ പെട്ടെന്ന് റോഡിന് നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ കാർ നേരെ അവന്റെ മേൽ വന്നിടിച്ചു. പക്ഷേ അവൻ ഒരടി പോലും അനങ്ങിയില്ല. പകരം കാർ വായുവിലേക്ക് തെറിച്ചുപോയി മീറ്ററുകൾക്കപ്പുറം വീണു. പിന്നീട് ഒരു ഏജന്റ് സ്നൈപ്പർ റൈഫിളുമായി പ്രത്യക്ഷപ്പെട്ട് അവനെ ലക്ഷ്യം വെച്ച് വെടിവെച്ചു. ആ മനുഷ്യൻ അത് തടയാൻ ശ്രമിച്ചതേയില്ല. അവൻ തന്റെ വിരലിലെ മോതിരത്തിൽ സ്പർശിച്ചു. അവന്റെ ശരീരം മുഴുവൻ ലോഹമായി മാറി. ആ വെടിയുണ്ടയെ അവൻ അനായാസം പ്രതിരോധിച്ചു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.